നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നീലേശ്വരം പാലായിലെ ഊരുവിലക്ക് നേരിടുന്നതായി പരാതിയുള്ള കുടുംബത്തിന്റെ പ്രശ്നത്തിൽ പോലീസ് നടപടി. 3 പരാതികളിലായി 9 പേർക്കെതിരെ കേസെടുത്തു. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ₹1 കോടി കവർന്നു. ATMിൽ നിറക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത്. കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ഇത്തവണ വിജയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പര്യടന വേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഉണ്ണിത്താൻ. കുമ്പള ഷിറിയാപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉടൻ യാഥാർത്ഥ്യമാകും. ഏകദേശം 35 കോടിയോളം രൂപ ചിലവിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. കാസർഗോഡ് മൊഗ്രാലിൽ പകൽ സമയത്ത് പോലും ഭീഷണി ഉയർത്തി പന്നിക്കൂട്ടം. നടപടി വേണമെന്ന് മൊഗ്രാൽ ദേശീയവേദി. NDA സ്ഥാനാർത്ഥി ML അശ്വനിക്ക് കെട്ടിവെക്കാനുള്ള തുകയുടെ ഒരു ഭാഗം സ്വരൂപിച്ചു നൽകി BDJS പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം കൺവെൻഷനിൽ തുക കൈമാറി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നീലേശ്വരം പാലായിലെ ഊരുവിലക്ക് നേരിടുന്നതായി പരാതിയുള്ള കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ഒടുവിൽ പോലീസ് നടപടി. തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 3 പരാതികളിലായി 9 പേർക്കെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു. CPM ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നെ തൊട്ടാണ്ടല്ലോ മാറി മാറി എന്റെ അടുത്ത് നിൽക്കണം. മാറി നീലേശ്വരം പാലായിലെ കുടുംബം ഊരുവിലക്ക് നേരിടുന്നതായുള്ള പരാതിയിൽ ഒടുവിൽ പോലീസ് നടപടി. പാലായിലെ MK രാധയുടെ പറമ്പിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട 3 പരാതികളിലായി 9 പേർക്കെതിരെയാണ് നീലേശ്വരം പോലീസ് കേസെടുത്തത്. രാധയുടെ ചെറുമകൾ T അനന്യയുടെ പരാതിയിൽ CPM പ്രവർത്തകരായ BV ഉദയകുമാർ, K പത്മനാഭൻ തുടങ്ങി 4 പേർക്കെതിരെയും, തേങ്ങ പറിക്കാനെത്തിയ തൊഴിലാളി പടന്നക്കാട്ടെ ഷാജിയുടെ പരാതിയിൽ K കുഞ്ഞമ്പു, BV ഉദയകുമാർ തുടങ്ങി 4 പേർക്കെതിരെയുമാണ് കേസ്. പാലായിലെ ലസിതയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി ഷാജിയുടെ പേരിലും പോലീസ് കേസെടുത്തു. കുഞ്ഞമ്പു, ഉദയകുമാറും മറ്റു 2 പേരും ചേർന്ന് കയ്യേറ്റം ചെയ്തു എന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഷാജിയുടെ പരാതി. ഉദയകുമാർ, പത്മനാഭൻ, മറ്റു 2 പേർ എന്നിവർ ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുമെന്നുമാണ് അനന്യയുടെ പരാതി. ഷാജി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ലസിതയുടെ പരാതിയിൽ പറയുന്നത്. നീലേശ്വരം ഇൻസ്പെക്ടർ KV ഉമേഷിനാണ് കേസെടുത്തത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 8 വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ്. റോഡിന് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം. ശനിയാഴ്ച പടന്നക്കാട്ടിൽ നിന്ന് തൊഴിലാളിയെ കൊണ്ടുവന്ന് തേങ്ങ പറിക്കുമ്പോഴാണ് നാട്ടുകാരായ CPM പ്രവർത്തകർ തടഞ്ഞത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ₹1 കോടി കവർന്നു. ATMിൽ നിറക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത്. വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് പണം അടങ്ങിയ ബോക്സ് കൊണ്ടുപോകുകയായിരുന്നു. ഉദ്യോഗസ്ഥനും ഡ്രൈവറും ATMിൽ പണം നിറയ്ക്കുവാൻ ക്രമീകരണം നടത്തുന്നതിനിടെയാണ് സംഭവം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഉപ്പളയിൽ കവർച്ച നടന്നത്. ഉപ്പളയിലെ ആക്സിസ് ബാങ്കിന്റെ ATMിൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ₹1 കോടി അടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഉദ്യോഗസ്ഥനും ഡ്രൈവറും ATMിൽ പണം നിറയ്ക്കുവാൻ കയറിയപ്പോഴാണ് സംഭവമുണ്ടായത്. ബാങ്ക് ജീവനക്കാർ നോട്ട് ബോക്സുകളുമായി എത്തുകയും വാൻ ATMിന്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം ATM കൗണ്ടറിൽ കയറി ATM ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ചയുണ്ടായതെന്നാണ് വിവരം. കൗണ്ടർ നിറയ്ക്കുവാൻ നോട്ടുകളടങ്ങിയ ബോക്സ് എടുക്കുവാൻ എത്തുമ്പോഴാണ് വാനിന്റെ ചില്ല് തകർത്ത് നോട്ടുകളടങ്ങിയ ഒരു ബോക്സ് മോഷ്ടിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റ് ATMകളിൽ നിറയ്ക്കുന്നതിനായി പണത്തിന്റെ മറ്റ് ബോക്സുകളുമുണ്ടായിരുന്നു. സെക്യൂർ വാലി എന്ന കമ്പനിയുടേതാണ് പണം കൊണ്ടുവന്ന വാൻ. വാനും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
പോലീസിന്റെ സുരക്ഷയില്ലാതെയാണ് പണവുമായി വാൻ എത്തിയത്. ഇത് വലിയ വീഴ്ചയായാണ് പോലീസ് വിലയിരുത്തുന്നത്. സംഭവത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മടിക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി താടിയിൽ തകർന്ന +2 വിദ്യാർത്ഥി നിവേദ് ബാബുവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദ്യാർത്ഥികൾക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിന് സഹപാഠികൾ കൂട്ടം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് താടിയിൽ തകർത്ത കാസർഗോഡ് മടിക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി നിവേദ് ബാബുവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. വിദ്യാർത്ഥി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മാർച്ച് 23-നായിരുന്നു ചെമ്മട്ടം വയലിലെ KP ബാബുവിൻ്റെയും VV രേഖയുടെയും മകനും +2 സയൻസ് വിദ്യാർത്ഥിയുമായ നിവേദ് ബാബുവിന് മർദ്ദനമേറ്റത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന നിവേദിനെ +2 കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ 4 വിദ്യാർത്ഥികളെത്തി ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാനായി നിർബന്ധിക്കുകയും താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. സംഘത്തിലെ ഒരു വിദ്യാർത്ഥി തുടർച്ചയായി മുഖത്തിനിട്ട് ഇടിച്ചതിനെ തുടർന്നാണ് താടിയെല്ല് തകർന്നത്. ഗുരുതരമായി പരിക്കേറ്റതിനാലാണ് താടിയെല്ലിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയത്. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം സംഭവം റാഗിംഗ് ആണെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണം ശരിയല്ലെന്ന് പ്രിൻസിപ്പൽ AK വിനോദ് കുമാർ പറഞ്ഞു. വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും മറ്റു വകുപ്പുകൾ ചേർക്കുന്ന കാര്യം പോലീസ് തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ഇത്തവണ വിജയിക്കുമെന്ന് കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ KCN ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയപ്രതീക്ഷ പങ്കുവച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം തൻ്റെ വിജയപ്രതീക്ഷ KCN ന്യൂസുമായി പങ്കുവെക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു വിജയപ്രതീക്ഷ എത്രത്തോളം? കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രം കണ്ട ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് 40,432 ഭൂരിപക്ഷത്തോട് പാർലമെൻറ്റിൽ അയച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞാൻ അവരിലൊരാളായി, അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി. കഴിഞ്ഞ 5 വർഷക്കാലം ചുക്കു ചേരാത്ത കഷായമില്ലെന്ന് പറഞ്ഞാൽ ഉണ്ണിത്താനില്ലാത്തൊരു പരിപാടിയും കാസർഗോഡില്ല. അതുകൊണ്ട് എനിക്കൊരു മുഖവിരയുടെ ആവശ്യമില്ല, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു ഞാൻ. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കുക എന്ന് പറയുന്ന അസാധ്യമാണ്. ജനവികാരം, ജനവിശ്വാസം ജനപക്ഷത്ത് നിന്ന് ആർജിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. എന്നെ ആരെന്ത് പറഞ്ഞ് ആക്ഷേപിച്ചാലും ഇവിടുത്തെ ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്താണ് ഈ കാസർഗോട്ടെ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന ഒരു വികസന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? വികസന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഞാൻ പറയട്ടെ, ഒരു പാർലമെൻറ്റ് അംഗത്തിന് ആകെ 5 കോടി രൂപയാണ് ഫണ്ട് തരുന്നത്. പിന്നെ ആ ഫണ്ട് ഇപ്പോൾ 5 കൊല്ലം 25 കോടി, കോവിഡ് വന്നപ്പോൾ 8 കോടി വെട്ടിക്കുറച്ചു, അത് 17 കോടിയാക്കി എല്ലാ MPമാർക്കും. എനിക്ക് 2.5 കോടി അധികം കിട്ടി. അത് കഴിഞ്ഞ MP മിച്ചം വെച്ചിട്ട് പോയ കാശ് അത് ഞാൻ കണ്ടുപിടിച്ച് എഴുതി കൊടുത്ത് ഞാൻ വാങ്ങിച്ചെടുത്തു. ഈ 19.5 കോടി ഞാൻ ചിലവാക്കി. അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് പല പദ്ധതികളിലൂടെയാണ് ഞാൻ ഫണ്ട് ചിലവാക്കി 696 കോടി രൂപ. അതായത് 300 കോടിയോളം രൂപ 7 ROB വഴി, 2 അമൃത് ഭാരത് സ്റ്റേഷൻ, അതുപോലെ റെയിൽവേയുടെ പല പ്രോജക്റ്റുകൾ, അതിനൊക്കെയാണ് പ്രധാനമന്ത്രി സഡക് യോജന, അതുപോലെ നിരവധി പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് അതിലൂടെയാണ് 690. എൻ്റെ എല്ലാം കണക്ക് രേഖാമൂലം ഞാൻ തരാം, പരിശോധിക്കണം. കഴിഞ്ഞ തവണ എന്തായാലും 40,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. അപ്പോൾ ഇക്കുറി ഭൂരിപക്ഷം എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടും, യാതൊരു തർക്കവുമില്ല. 40,438 അതിൻ്റെ ഡബിളാകും, ചിലപ്പോൾ ട്രിപ്പിളും ആകും. എന്തായാലും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ വിജയിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോട് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കുമ്പള ഷെറിയ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉടൻ യാഥാർത്ഥ്യമാകും.
മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട്, കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഏകദേശം 35 കോടിയോളം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തു നടത്തുന്ന വടകര ആസ്ഥാനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ കരാർ ലഭിച്ചിരിക്കുന്നത്. കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് 118 മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത്. കുമ്പള, മംഗൽപാടി പഞ്ചായത്തുകളിലെ 1000 ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കുവാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു. പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുവാനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുവാനും സഹായിക്കും. 11 മീറ്റർ വീതിയിലായിരിക്കും പാലത്തിൻ്റെ നിർമ്മാണം. 7.5 മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലുമായി 1.75 മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഉണ്ടാകും. ഇരു പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട്, പച്ചമ്പള, അടുക്ക, കൽപ്പാറ, ബംബ്രാണ, ഉജാർ, ഉളുവാർ മേഖലകളിലെ നാട്ടുകാരുടെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കാസർഗോഡ് മൊഗ്രാലിൽ പകൽ സമയത്ത് പോലും ഭീഷണി ഉയർത്തി പന്നിക്കൂട്ടം. ഇതേ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കാനുള്ള സംസ്ഥാന വനം വകുപ്പിന്റെ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് മൊഗ്രാൽ ദേശീയവേദി ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ആശങ്കയുയർത്തുന്നു. കാസർഗോഡ് മൊഗ്രാലിൽ പകൽ സമയത്ത് പോലും ഭീഷണി ഉയർത്തുകയാണ് പന്നിക്കൂട്ടം. ഇതേ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. തെരുവ് നായ ശല്യം പോലെ തന്നെ മനുഷ്യർക്കും കൃഷിക്കും ഭീഷണി ഉയർത്തുന്ന വന്യമൃഗ പരാക്രമം തടയാൻ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മടിക്കുകയാണെന്നും മൊഗ്രാലിലെ പന്നി ശല്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മൊഗ്രാൽ ദേശീയവേദി ആവശ്യപ്പെട്ടു. നായ്ക്കളെ കൊല്ലാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതി വരെ സമീപിച്ചു. ഇന്നിപ്പോൾ ആനയും പന്നിയുമാണ് മനുഷ്യജീവനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ദിവസേന മനുഷ്യജീവനുകൾ എടുക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സർക്കാർ ഇത്തരം വന്യജീവികളുടെ ആക്രമണം നേരിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും അവ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മടിക്കുകയാണ്. ജില്ലയിലും പല ഭാഗങ്ങളിലും കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി സ്വൈരവ്യവഹാരം നടത്തുകയാണ്. മനുഷ്യരുടെ ജീവനും ജീവനോപാധികൾക്കും വലിയ തോതിലുള്ള ഭീഷണിയാണ് ഇവ ഉയർത്തുന്നതെന്നും ഇവയെ തുരത്തി ഓടിക്കാനുള്ള സംസ്ഥാന വനം വകുപ്പിന്റെ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും മൊഗ്രാൽ ദേശീയവേദി ആവശ്യപ്പെട്ടു. മൊഗ്രാലിലെ വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും ഭീഷണി നേരിടുന്ന വിധത്തിലാണ് കാട്ടുപന്നികൾ സ്വൈരവിഹാരം ഇവിടെ നടത്തുന്നത്. പകൽ സമയങ്ങളിൽ പോലും ഇപ്പോൾ കാട്ടുപന്നികൾ ഇവിടെ യഥേഷ്ടം കാണുന്നുണ്ട് മൊഗ്രാലിൽ. ഇത് വനംവകുപ്പ് ഇതിനെതിരെ ശക്തമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികാരികൾ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. കാരണം രാവിലെ ഇപ്പോൾ നോമ്പുകാലങ്ങളിൽ രാവിലെ വിശ്വാസികൾക്ക് പള്ളിയിൽ പോകാനും മറ്റു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പോലും പേടിയാവുന്ന വിധത്തിലുള്ള പന്നികളുടെ രൂക്ഷമായ പന്നികൾ മൊഗ്രാൽ പരിസര പ്രദേശങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പന്നികൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പും മറ്റ് അധികാരികളൊക്കെ ഇതിന് ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരും സന്നദ്ധ സംഘടന ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ബസ് ഉടമകൾ. ഈ സ്ഥിതി തുടർന്നാൽ കാരുണ്യ യാത്രകളടക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ബസ് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരുണ്യയാത്രയിലൂടെ പണം സമാഹരിച്ച് നിർധന രോഗികൾക്ക് കൈത്താങ്ങാകുന്ന മൂകാംബിക, റിച്ചു, ദാമസ്, കൽമാസ്, ലവ്വിംഗ് ബസ്സുകൾ നിർത്തലാക്കുന്നതിൽ ഉൾപ്പെടുമെന്ന് ഉടമകൾ പറഞ്ഞു. അപ്പൊ ഇനിയും പുതിയ പുതിയ പെർമിറ്റുകൾ വന്നാൽ പഴയ പെർമിറ്റുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണുള്ളത്. കാരണം ഇത്തരത്തിലുള്ള കാരുണ്യ യാത്രകളിലൂടെ ഒരുപാട് ആൾക്കാർക്ക്, അതായത് സർക്കാർ തലത്തിലുള്ള ആൾക്കാർ പോലും അവരുടെ വീട്ടിനടുത്തുള്ള എല്ലാ കുടുംബങ്ങളിലുള്ള ആൾക്കാരെ സഹായിക്കണം എന്ന് വെച്ചിട്ട് മൂകാംബിക കാരുണ്യ യാത്രക്ക് എഴുത്തുകൾ തരുന്നുണ്ട്. എല്ലാ ദിവസവും എഴുത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ജനങ്ങൾ നൽകുന്ന പണം തന്നെയാണ് ഇതിന്റെ ഒരു യഥാർത്ഥ കാരുണ്യനിധി എന്ന് പറയുന്നത്.
എല്ലാ മാസവും 1-ാം തീയതി കാരുണ്യയാത്ര നടത്തി ശ്രദ്ധേയമായ ബസ്സാണ് മൂകാംബിക. കാരുണ്യയാത്രയിലൂടെ ശേഖരിച്ച് 50 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തതായും ഇവർ പറഞ്ഞു. ബസ് സർവീസിനൊപ്പം നാടിന്റെ സങ്കടത്തോടൊപ്പം നിൽക്കുന്ന തങ്ങളുടെ സങ്കടം കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നും ബസ്സുടമകൾ പറഞ്ഞു. പുതിയ ബസ്സുകൾ മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളെയും ബാധിക്കുന്ന തരത്തിൽ കൃത്യമായ സമയപരിധി പാലിക്കാതെയാണ് സർവീസ് നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ കാട്ടൂർ വിദ്യാധരൻ, ബേളൂർ തങ്കരാജ്, കെ ബാലഗോപാൽ, സി മൻസൂർ, കെ ഷഫീഖ്, എം അഷറഫ്, കെ സമീഹ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് കെട്ടിവെക്കാനുള്ള തുകയുടെ ഒരു ഭാഗം സ്വരൂപിച്ചു നൽകി BDJS പ്രവർത്തകർ. BDJS കാസർഗോഡ് മണ്ഡലം കൺവെൻഷനിൽ തുക കൈമാറി. BDJS സംസ്ഥാന സെക്രട്ടറി മനീഷ്, BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ലോക്സഭാ മണ്ഡലം NDA ചെയർമാനും BJP ജില്ലാ പ്രസിഡന്റുമായ രവീശ തന്ത്രി കുണ്ടാർ, NDA കൺവീനറും BDJS ജില്ലാ പ്രസിഡന്റുമായ ഗണേഷ് പാറക്കട്ട എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. BDJS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടറി E മനീഷ് ഉദ്ഘാടനം ചെയ്തു. എന്റെ കൂടെ ഇന്നലെ വരെ എനിക്ക് വോട്ട് ചെയ്തവർ നാളെ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും, നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുമെന്നുള്ള കാരണം മനസ്സിലാക്കിയപ്പോഴാണ് ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി പേര് മാറ്റിയിട്ട് കാരുണ്യ ഡെവലപ്മെന്റ് ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിൽ കേരളത്തിൽ നടപ്പിലാക്കിയത്. നമ്മളെ വഞ്ചിക്കുകയും ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, K പ്രഭാകരൻ, PK വിജയൻ, P ജോഷി, സ്ഥാനാർത്ഥി ML അശ്വിനി, മോഹിനി ഹരീഷ്, KK നാരായണൻ, K കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാ മസ്ജിദിൽ ഒരു കൂട്ടം യുവാക്കൾ ഇഫ്താർ സംഘടിപ്പിച്ച് ശ്രദ്ധേയരാവുന്നു. 16 വർഷം മുമ്പ് റമദാനിൽ തുടങ്ങിയ ഇഫ്താർ ഇന്നും മുടക്കം കൂടാതെ അതിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുകയാണ് യുവാക്കളുടെ ഈ സംഘം. കാസർഗോഡ് നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാ മസ്ജിദിൽ പതിവ് പോലെ ഇഫ്താറുമായി ഈ യുവാക്കൾ രംഗത്തുണ്ട്. 16 വർഷം മുമ്പ് റമദാനിൽ തുടങ്ങിയതാണ് ഇവരുടെ പുണ്യപ്രവൃത്തി. ഇന്നും മുടക്കം കൂടാതെ അതിന്റെ ചൈതന്യത്തോടെ കാത്തു സൂക്ഷിക്കുകയാണ് യുവാക്കളുടെ ഈ സംഘം. ലജ്നത്തുൽ ഇഫ്താറിന്റെ പേരിലാണ് നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. സർബത്തും കാരക്കയും ഈന്തപ്പഴവും പഴവർഗ്ഗങ്ങളും നെയ്ക്കഞ്ഞിയും തരികാച്ചിയതുമുൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും ഇഫ്താറിനുണ്ടാക്കും. തങ്ങളുപ്പാപ്പ മകാം സന്ദർശനത്തിനും പള്ളിയിലും ദൂരദിക്കിൽ നിന്നും എത്തുന്ന വിശ്വാസികൾക്ക് ലജ്നത്തുലിൻ്റെ നോമ്പുതുറ അനുഗ്രഹമാവുന്നു. ഇതിന് നെല്ലിക്കുന്ന് ജുമാഅത്ത് കമ്മിറ്റിയുടെ പരിപൂർണ പിന്തുണയുമുണ്ട്. നെല്ലിക്കുന്ന് MLA അടക്കമുള്ള ജനപ്രതിനിധികളും മറ്റു പ്രമുഖരും ലജ്നത്തുലിൻ്റെ ഇഫ്താറിൽ പങ്കെടുക്കുന്നു. ഉച്ചയോടെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് യുവാക്കൾ ഐക്യത്തോടെ രംഗത്തിറങ്ങിയാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. ഈ മാതൃകാ പ്രവർത്തനം വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. കൺവെൻഷൻ KSSPA ജില്ലാ പ്രസിഡന്റ് P സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മുഴുവൻ പെൻഷൻകാരെയും കുടുംബാംഗങ്ങളെയും രംഗത്തിറക്കുവാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ KSSPA ജില്ലാ പ്രസിഡന്റ് P സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. അവർ തമ്മിലുള്ള ഒരു ബാന്ധം നടക്കുകയാണ്. നഷ്ടം വരുന്ന നഷ്ടക്കച്ചവടം നമ്മുടെ ഈ രാജ്യത്തിന് താങ്ങും തണലുമായിട്ട് വർത്തിച്ച സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടം സംഭവിക്കുക. കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്ന പിണറായി ലക്ഷ്യം, മോഡി ലക്ഷ്യം വീണ്ടും മറ്റൊരു ലക്ഷ്യവുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ 2 വിപത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇനിയൊരു ചാൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാ മേഖലകളിലും കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള വിധിയെഴുത്താക്കി മാറ്റണം തെരഞ്ഞെടുപ്പെന്ന് കൺവെൻഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. UDF വിജയം ഉറപ്പാക്കുവാൻ നിയോജക മണ്ഡലത്തിൽ KSSPAയുടെ നേതൃത്വത്തിൽ പ്രചാരണ വാഹന ജാഥ നടത്തുവാനും വനിതാ ഗൃഹസന്ദർശന സ്ക്വാഡുകൾ രൂപീകരിക്കുവാനും തീരുമാനിച്ചു. പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, C ദാമോദരൻ, ഡോക്ടർ PV പത്മജ, M കുഞ്ഞാമിന, K ശ്രീധരൻ മാസ്റ്റർ, KM വിജയൻ, TV കുഞ്ഞി
ഉണ്ണികൃഷ്ണൻ, എ വി ചന്ദ്രൻ, വി കെ രാമചന്ദ്രൻ, എ ഭാരതീദേവി, രവീന്ദ്രൻ കൊക്കോട്, പി രത്നാകരൻ, പി ബാലചന്ദ്രൻ ഗുരുക്കൾ, പി കെ രഘുനാഥ്, കെ എം കുഞ്ഞികൃഷ്ണൻ, കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊൽക്കത്തയിൽ നടന്ന 48ാമത് ദേശീയ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച് ഫെഡറേഷൻ മത്സരത്തിന് യോഗ്യത നേടിയ കായിക താരങ്ങൾക്ക് വരവേൽപ്പ് നൽകി. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ ചേതന യോഗ സെന്ററിലെ എം ഷൈജു, സവിജ സന്തോഷ് എന്നിവരാണ് കേരളത്തിന്റെ അഭിമാന താരങ്ങളായത്. ആദ്യ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ദേശീയ തലത്തിൽ ലഭിച്ച നേട്ടം ആഘോഷമാക്കുകയാണ് യോഗ അസോസിയേഷനും ചേതന സെന്ററും. 2 യുവതാരങ്ങൾക്കും കൊൽക്കത്തയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലെ നേട്ടം വഴി ഫെഡറേഷൻ മത്സരത്തിന് യോഗ്യത ലഭിച്ചു. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വരവേൽപ്പ് നൽകിയത്. സംസ്ഥാന തലത്തിലും വിജയിച്ച് ദേശീയ മത്സരത്തിൽ വിജയിച്ചപ്പോൾ ഫെഡറേഷൻ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ഷൈജു, അതുപോലെ തന്നെ സവിജ, ഇവർ രണ്ടുപേരും കാസർഗോഡ് ജില്ലയിൽ നിന്ന് DYT കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് യോഗ പഠനം ആരംഭിച്ചത്. അതിലൂടെയാണ് മത്സരരംഗത്തേക്ക് വന്നത്. ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ഇവർ രണ്ടുപേരും നേടിയെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫെഡറേഷൻ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്നത്. യോഗ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഗണേഷ് കളിക്കാരെ മാലയിട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ മീഡിയ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും സാന്ത്വനവും ചേർത്തിപ്പിടിക്കലുമാണ് റംസാൻ വ്രതം ഉദ്ഘോഷിക്കുന്നതെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മീഡിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിവരുന്ന റമദാൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് മീഡിയ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും സാന്ത്വനവും ചേർത്ത് പിടിക്കലുമാണ് റംസാൻ വ്രതം ഉദ്ഘോഷിക്കുന്നതെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുക, എല്ലാ മതങ്ങളെയും ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുക, സ്നേഹത്തോടെ കഴിയുക, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന്റെ പട്ടിണി മാറ്റാത്തവർ എന്റെ സമൂഹത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്ത് അവിടെ അയൽവാസിയുടെ മതത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറയെ ഉണ്ണുന്നുണ്ടോ, നിനക്കെന്റെ മതത്തിൽ സ്ഥാനമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ആമുഖ പ്രസംഗം നടത്തി. SMA സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവിളൂർ വിഷയാവതരണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി പത്മേഷ്, വൈസ് പ്രസിഡന്റ് നഹാസ് P മുഹമ്മദ്, KH അബ്ദുള്ള മാസ്റ്റർ, CMA ചേരൂർ, ഖലീൽ മാക്കോട് എന്നിവർ സംസാരിച്ചു. ജില്ലാ മീഡിയ ഡയറക്ടർ CL ഹമീദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി കന്തൽ P മദനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ പരപ്പ് കേന്ദ്രങ്ങൾ ആക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ലെൻസ്ഫെഡ്. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക, 2 തരം ലൈസൻസികളെ സൃഷ്ടിക്കാതിരിക്കുക, എല്ലാ ലൈസൻസികൾക്കും കേസ്മാർട്ടിൽ ലോ റിസ്ക് കെട്ടിടങ്ങളുടെ പ്ലാൻ വരയ്ക്കാൻ അനുമതി നൽകുക, നിലവിലുള്ള എല്ലാ ലൈസൻസുകളും എംപാനൽ ലൈസൻസുകളാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടത്തിയ ധർണ KK ജാഫർ ഉദ്ഘാടനം ചെയ്തു. വളരെ മർമ്മപ്രധാനം ഉന്നയിച്ചുകൊണ്ടാണ് ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലാകമാനം നഗരസഭകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, പ്ലാൻ സെന്ററുകളാക്കി കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്റർ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു തരത്തിലും കുടുംബശ്രീ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതൊരു മേഖലയിലാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. ഓരോ കാര്യത്തിനും ഓരോ സംവിധാനങ്ങളുള്ള ഒരു കേരളത്തിൽ വളരെ വിദഗ്ധമായി ചെയ്യേണ്ട, വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു വിഷയം അത് കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിനെ താറുമാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരായുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് കേരളത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. സി വി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, CS വിനോദ് കുമാർ, K മധുസൂദനൻ, MV അനിൽകുമാർ, മുഹമ്മദ് റാഷിദ്, സെബാസ്റ്റ്യൻ TJ, M വിജയൻ, സാലി KA തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തച്ചങ്ങാട് ബാലകൃഷ്ണൻ 8ാം ചരമവാർഷികവും 3ാമത് പുരസ്കാര വിതരണവും ഏപ്രിൽ 3-ന് നടക്കും. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4.5 പതിറ്റാണ്ടുകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും സഹകാരിയുമായിരുന്ന തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ 8ാം ചരമവാർഷികം 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ആചരിക്കും. വൈകിട്ട് 4 മണിക്ക് തച്ചങ്ങാട് വെച്ച് നടത്തുന്ന അനുസ്മരണ പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ പേരിലുള്ള 3ാമത് പുരസ്കാരം KVS ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് സമ്മാനിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, കാരുണ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് KVS ബാലകൃഷ്ണൻ മാസ്റ്ററെ 3ാമത് പുരസ്കാരത്തിന് ജൂറി പരിഗണിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, കൺവീനർ മഹേഷ് തച്ചങ്ങാട്, രക്ഷാധികാരി സാജിദ് മൗവൽ, ജോയിന്റ് കൺവീനർ കണ്ണൻ കരുവാക്കോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നീലേശ്വരം പാലായിലെ ഊരുവിലക്ക് നേരിടുന്നതായി പരാതിയുള്ള കുടുംബത്തിന്റെ പ്രശ്നത്തിൽ പോലീസ് നടപടി. 3 പരാതികളിലായി 9 പേർക്കെതിരെ കേസെടുത്തു. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ 1/2 കോടി രൂപ കവർന്നു. ATM-ൽ നിറക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത്. കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ഇത്തവണ വിജയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പര്യടന വേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഉണ്ണിത്താൻ. കുമ്പള ഷിറിയാപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉടൻ യാഥാർത്ഥ്യമാകും. ഏകദേശം 35 കോടിയോളം രൂപ ചിലവിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. കാസർഗോഡ് മൊഗ്രാലിൽ പകൽ സമയത്ത് പോലും ഭീഷണി ഉയർത്തി പന്നിക്കൂട്ടം. നടപടി വേണമെന്ന് മൊഗ്രാൽ ദേശീയവേദി. NDA സ്ഥാനാർത്ഥി ML അശ്വനിക്ക് കെട്ടിവെക്കാനുള്ള തുകയുടെ ഒരു ഭാഗം സ്വരൂപിച്ചു നൽകി BDJS പ്രവർത്തകർ. കാസർഗോഡ് മണ്ഡലം കൺവെൻഷനിൽ തുക കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.